അമ്മേ അമ്മേ എന്താ ഇതെന്താ വേല അമ്മാവ ഈ കാണിച്ചത്? ഞാൻ തൂത്ത് നല്ല വൃത്തിയായിട്ട് കണ്ണാടി പോലിട്ട സ്ഥലം ഇതെന്താ വേല ഈ കാണിക്കുന്നത്? ഈ ചെളി എവിടുന്ന് ഇത് ചവിട്ടി തൂത്തോട്ട് വരുന്നത്? ഈ ഒരു കാലെടുത്ത് വെച്ചാ നോക്കിക്കോ. ഞാനിപ്പോ എങ്ങോട്ട് പോടി വെച്ചാ ഞാൻ കാര്യം അവിടെ പോയിരുന്നേ അവിടെ കാണാൻ എന്തോ ചെയ്യാനോന്ന് പറ. ഇതിലോട്ട് ചവിട്ടി തൂക്ക. ഇതാ ഞാൻ ചവിട്ടിപ്പോഴേ പണ്ട് കുട്ടനാട്ടിൽ നീലിയും കാർത്തേനയും ഒക്കെ കറ്റ മെതിച്ചത് ഓർക്കുവാ ഞാൻ. അതിന് അമ്മാവൻ കറ്റ മെതിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല, അവര് മെതിക്കുന്നേ പോയി നോക്കി നിന്നിട്ടുണ്ട്. ഓഹോ, അവരെന്നെ എടുത്തിട്ട് മെതിച്ചിട്ടുണ്ട്. മാർക്ക് ഇത് കറ്റയല്ലേ, ഇതെന്റെ മോപ്പാ. ഇത് നോൺസാലജി ഉണ്ടാക്കാൻ ഓരോന്ന് ഉണ്ടാക്കി വെച്ചേക്കുവാ. കാലത്ത് എവിടെ ഇറങ്ങി പോയി? ഞാൻ രാവിലെ നോക്കിയപ്പോ കട്ടിലൊന്നും കണ്ടില്ലല്ലോ. സാധാരണ കട്ടിൽ കിടക്കുന്ന ആളാണല്ലോ. എപ്പോഴും കട്ടിലേക്ക് കിടക്കാൻ ഞാൻ തന്നെ മൂട്ടയാന്നോ? ഈ ചെളിയും ചവിട്ടിക്കൊണ്ട് വരാനായിട്ട് ഇത് എവിടെ ഇറങ്ങി പോയെന്നാ ചോദിച്ചത്. എലി കൊച്ചേ, ഞാൻ എപ്പോഴും ഇതിനകത്തിരുന്ന് ഡൗൺ ആവുമല്ലേ, വല്ലപ്പോഴും ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പോയതാ. ഓഹോ, എന്ന് വെച്ചാ ഡൗൺ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ ബാറ്ററി അല്ലയോ ടോർച്ചില്ലേ അമ്മാവൻ? ഓ എന്റെ മൂട്ട, നീ ബാറ്ററി കടിച്ചങ്ങ് കൊന്നല്ലോടി. അമ്മാവ ഇത് എവിടെ പോയിട്ട് കാലത്ത് ഇത് എങ്ങോട്ട് ഇറങ്ങി പോയെന്നാ ചോദിച്ചതെന്ന്. ഇന്നലെ അന്ന് വലിയ കാറ്റും മഴയൊക്കെ അല്ലായിരുന്നോ? അടക്കാടെ ചോട്ടിൽ അടക്കല്ലാണ്ട് വീണ് കിടക്കുവാ. വല്ലവനും പറക്കിക്കൊണ്ട് പോകും. അത് പറക്കി എടുക്കാൻ വേണ്ടി പോയതില്ലേ ഞാൻ. എന്നിട്ട് പറക്കി അടക്കൊക്കെ എന്ത് ചെയ്യേ? അടക്കെല്ലാം പറക്കി അവിടെ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അതാകുമ്പോ വരുന്നവർക്ക് സൗകര്യമാണല്ലോ. ഓരോ അടക്കാടെ ചോട്ടിലും പോയി പറക്കണ്ട. അമ്മാവെന്തോ ചെയ്യാനാന്ന് പറ. അമ്മാവാ പോയി പല്ല് തേക്ക്. പല്ല് തേക്കാൻ പറ്റത്തില്ല. അതെന്താ? പല്ല തൊട്ട് കഴിഞ്ഞാൽ ചീട്ടോട്ടാരം വീഴുന്ന പോലെ പല്ലങ്ങ് വീഴും. എല്ലാം ആടി ഇരിക്കുക. എന്റെ പൊന്നമ്മാവാ, ഞാൻ നേട്ട മരുന്ന് കഞ്ഞി ഉണ്ടാക്കി വെച്ചേക്കുന്നെന്ന്. മരുന്ന് കഞ്ഞി? ഇത്ര രാവിലെയൊക്കെ മരുന്നൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി? അയ്യാ, പച്ചമരുന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഒരു പറ ഗുളികയില്ലേ നേരം വെളുത്ത് തിന്നുന്നത്? ഓരോന്നോരോന്ന് എടുത്ത് തരാൻ എനിക്ക് വയ്യ. അതുകൊണ്ടുള്ള ഗുളിക എല്ലാം കൂടി ഇടിച്ചു പൊടിച്ച് ഞാൻ മരുന്നിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇളക്കി അങ്ങ് കുടിച്ചോണ്ടാ മതി. ഓ, രാവിലെ ചായ കുടിക്കാൻ ഭാഗ്യം. അല്ല സിറപ്പ് ഒഴിച്ച് എനിക്ക് കാപ്പി ഉണ്ടാക്കി തന്നേനെയായിരുന്നു. അരിയേ, ഓ നിനക്ക് സീരിയൽ കണ്ടൊക്കെ ഭ്രാന്ത് പിടിച്ചില്ലയോ? അതെന്തുവാ? അല്ല, സീരിയലിലെ നടിമാരെ വിട്ട് ഉടുത്തൊരുങ്ങി നിന്ന് തുടയ്ക്കുന്നു. അതല്ല, തെക്കേപ്പുറത്തെ രാജേഷിന്റെ കല്യാണം വലിയ അമ്മാവൻ അങ്ങ് മറന്നുപോയോ? ഞാൻ മറന്നു കഴിഞ്ഞാൽ അവനല്ലേ കിട്ടുന്നത്, പിന്നെ ഞാൻ തന്നെ ഓർക്കുന്നത്. ഓ, ചെറുക്കൻ ഇവിടെ വന്ന് പ്രത്യേകം കല്യാണം വിളിച്ചല്ലായിരുന്നു ചെല്ലണമെന്ന്. 7:30 ആകുമ്പോഴത്തേക്ക് ചെറുക്കൻ കൂട്ടിട്ട് പോകും. അതിന് പോണം. അല്ല, പെണ്ണിന്റെ വീട് എവിടാടി? പെണ്ണിന്റെ വീട് തിരുവനന്തപുരം കോവളത്തിനപ്പുറത്ത് നിന്നാ പെണ്ണിനെ എടുക്കുന്നത്. 4-4.5 മണിക്കൂറോളം ഉണ്ട് യാത്ര. 4-4 മണിക്കൂർ യാത്ര ഉണ്ടല്ലോ. അമ്മാവൻ വരുന്നോ? ഇല്ല, എനിക്ക് വരാൻ പറ്റത്തില്ല. എനിക്ക് ഈ ദീർഘദൂരം ഒന്നും പറ്റത്തില്ല, യാത്രയൊന്നും പറ്റത്തില്ല. അതെന്താ? സൈഡ് സീറ്റിൽ ഇരുന്ന് അങ്ങ് പോകാമെന്ന്. എനിക്ക് സൈഡിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അതെന്താന്ന്? എനിക്ക് ഓർഗാനിക് ഉണ്ടാവും. ഓർഗാനിക്കോ? അല്ല, ഓക്കാനും വരും. ഓക്കാനും. അങ്ങനെ ബസ്സിന്റെ നടുക്കിരുന്ന് അങ്ങ് പോകാം. ബസ്സിന്റെ നടുക്കിരിക്കാൻ ഞാൻ എന്താ ഇഞ്ചനാണോ? ഓഹോ, രാവിലെ നല്ല ഫേഷായിട്ടാ ഇരുന്ന് കഞ്ഞി കൂടി. ഞാൻ പോയി റെഡി ആവട്ടെ. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001-9001-568. അടിപൊളി പാരസെറ്റമോളോ. ഓ, ഡോളോയ്ക്ക് ഉപ്പ് പോരാ. രാവിലെ വായിക്കും വയറിനുള്ള എക്സർസൈസ് തുടങ്ങിയല്ലോ. എവിടെ പോയാ? അതാ പോയ ഏമ്പക്കത്തിനോട് എന്നോട് ചോദിക്കാതെ. അതല്ലടാ, ഈ രാവിലെ എവിടെ പോയാന്ന് വരി കെട്ടിക്കൊണ്ട്? ഓ, എന്റെ പൊന്നമ്മാവ ഒന്നും പറയണ്ട, മാർക്കറ്റ് വരെ പോയി. അതെന്തിനു പോയതാ? അല്ല, അവക്കേ ഇന്ന് കല്യാണത്തിന് പോകാനായിട്ട് മുല്ലപ്പൂ വേണോന്ന് പറഞ്ഞു. ഞാൻ പൂ വാങ്ങിക്കാൻ പോയതാ മാർക്കറ്റില്. എടാ, പൂ വാങ്ങിക്കാൻ ചന്തയപ്പ നീ എന്നോടൊന്ന് പറയണ്ടായിരുന്നു. എന്തിന്? എനിക്കൊരു പാ വാങ്ങിക്കണമായിരുന്നു. ഇപ്പൊ എന്തിനാ പാ? ഇവിടെ നല്ല അടിപൊളി കട്ടിലില്ല, അതിനകത്ത് കിടന്ന് ഉറങ്ങത്തില്ല അമ്മ. എനിക്ക് കുറെ നാളായിട്ടൊരു കൊതിയേ. എനിക്കല്ലേ ഉണ്ടാക്കി വെച്ചേക്കുന്ന വാരി വിഴുങ്ങിക്കാട്ടെ. അല്ല, കഞ്ഞി കയറി പിടിക്കല്ലെന്ന്. പിന്നെ കുറെ നാളായിട്ട് എനിക്കൊരു കൊതി, തണുപ്പായ കിടന്നുറങ്ങണമെന്ന. അല്ല, ഇപ്പൊ എന്തോ ഈ തഴപ്പായ കിടന്നുറങ്ങണം ഇത്ര കൊതി? അല്ല, തണുപ്പായെന്ന് പറഞ്ഞപ്പോ കാറ്റും മഴയും തണുപ്പൊക്കെ ഇല്ലയോ? ഈ തണുപ്പയ്ക്കകത്ത് കയറി ചുരുണ്ട് ബീഡി പോലെ ചുരുണ്ട് കൂടി കിടന്നുറങ്ങാൻ നല്ല സുഖം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ചുരുണ്ട് കിടക്കുന്ന കണ്ടിട്ട് ഷവർമയാന്നും പറഞ്ഞ് എലിയും വന്ന് തിന്നണം, ഇല്ലയോ? ഏടാ, മാർക്കറ്റിൽ പോയട്ടെ ഈ റബ്ബറിന്റെ താങ്ങുവില എങ്ങനെ? അതെന്തിനാ ഇപ്പൊ റബ്ബറിന്റെ താങ്ങുവില അമ്മാവൻ അറിയുന്നേ? കുറച്ച് ഒട്ടുകറ ഉണ്ടായിരുന്നു, കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ഒട്ടുകറ വിൽക്കാൻ അങ്ങോട്ട് എന്തായാലും നല്ല താങ്ങ് കിട്ടും. എന്താടാ പറച്ചിൽ കേട്ടാ വിചാരിക്കുവേ റബ്ബർ എസ്റ്റേറ്റിന്റെ മുതലാളിയാണെന്ന്. അപ്പുറത്തെ ജോസഫ് അച്ചാന്റെ റബ്ബറിനകത്തു നിന്ന് ഒട്ടുപാലും ചണ്ടിയൊക്കെ എടുത്ത് വിൽക്കുന്ന പരിപാടിയായി പുള്ളിക്ക്.
നിങ്ങളുടെ ഈ ഒട്ടുകാറ മോഷണം കാരണമേ എന്റെ തിരിച്ചറിയൽ കാർഡ് തേഞ്ഞു തേർന്നും ബ്ലേഡ് പോലായി. അതെങ്ങനെയാണോ തിരിച്ചറിയൽ കാർഡ് തേഞ്ഞു പോകുന്നത്? അറിയത്തില്ലല്ലയോ, ഓരോ തവണ ഇയാളെ പോലീസ് പിടിക്കും. ജാമ്യത്തിലെടുക്കാൻ ഞാൻ തിരിച്ചറിയൽ കാർഡ് കൊണ്ട് ചെല്ലും. പോലീസ് സ്റ്റേഷന്റെ ഡെസ്കിൽ അങ്ങോട്ട് നിരക്കി കൊടുക്കും. അവര് ഡീറ്റെയിൽസ് എടുത്ത് ഇങ്ങോട്ട് നിരക്കി തരും. അങ്ങനെ 10-30 പ്രാവശ്യം നിരക്കി എന്റെ തിരിച്ചറിയൽ കാർഡ് തേഞ്ഞും ബ്ലേഡ് പോലായി. അതുകൊണ്ടാണ് രാവിലെ ഞാൻ ഷേവ് ചെയ്ത്, അറിയാമോ? എന്താ നീ ഭയങ്കര ചൂടാന്നല്ലോടാ. അമ്മ എങ്ങനെ ചൂടാവാതിരിക്കും? 7:30 കല്യാണത്തിന് പോകേണ്ടതാ രാജേഷിന്റെ. അത് കഴിഞ്ഞ രാഹുകാലമാ. ഇവൾ ഇതുവരെ ഒരുങ്ങിയില്ലയോ? പോകണ്ടേ? ഇവിടെ പോയി കിടക്കൂടെ? എടാ നീ കില്ലിൽ കിടന്ന് ചാടിയാ മതി. അവർക്ക് കൂടെ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. രാവിലെ ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കൊച്ചിന് താമസം ഉണ്ടായത് എന്ന് പറഞ്ഞ കാര്യം നടക്കും. അവിടെ സമയത്തിന് ചെല്ലണ്ടേ? ചായ എടി നീ നേരമില്ലാത്ത സമയത്ത് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാന്നോ? ചായ അവിടെ തന്നെ ഇഡലി സാമ്പാറും ചായ അവിടെ ഇല്ല, അവിടെ കുടിക്കത്തില്ലയോ? അപ്പുറത്തപ്പുറത്തൊക്കെ ആൾക്കാരുണ്ടെന്ന്. അപ്പുറത്തും ആൾക്കാരുണ്ടെങ്കിൽ വാ വെക്കാതെ ഞാൻ അവർക്ക് വീട് വെക്കാൻ പറ്റുമോ? അമ്മാവ ഇത് കേട്ടിട്ട് മിണ്ടായിരിക്കാം. നാട്ടുകാർ വരുന്ന ഇങ്ങനെ കിടന്ന് ഈ വാവച്ച നാണക്കേടില്ലയോ? അമ്മാൻ അങ്ങനെ മിണ്ടും? വായിക്കകത്ത് കിടക്കുന്ന കഞ്ഞി ഇറങ്ങട്ടെ ആദ്യം. വീണ്ടും എന്റെ കഞ്ഞിയെ കയറി പിടിക്കുക. വയറെ പിടിക്കുന്നതിന്റെ മുമ്പ് മുങ്ങിയൊക്കെ ഇവിടുന്ന് കഞ്ഞിന്ന് ചായ വേണോ വേണ്ടായോ? എടി എനിക്ക് വേണ്ടത് അവിടെ പോകണ്ടടി. എത്ര നേരം കൊണ്ട് ഒരുക്കി നിൽക്കുവാടി? അല്ലല്ലോ ആണുങ്ങൾ ഇങ്ങനെ ഒന്നും അറിയണോ ചേച്ചി? നേരം വെളുത്ത് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ കുളിച്ച കുട്ടപ്പനായിട്ട് ഒരു മുണ്ടും ഒരു ഷർട്ടും ഒരു കുറിയും മറിച്ച് കഴിഞ്ഞാൽ ഇവർ റെഡിയാ. നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനാണോ? ആണോ ചേച്ചി? നേരം വെളുത്ത് എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കണം, ഇവരുടെ കാര്യം നോക്കണം. പെണ്ണുങ്ങൾ വേറെ എന്തെല്ലാം കാര്യം. ഇനി എന്റെ ജോലികൾ ബാക്കിയാ. മണി 3 ഞാൻ എഴുന്നേറ്റേ, ഇനിയും ജോലി കിടക്കുവാ. നിനക്ക് വെളുപ്പിനെ 3 മണിക്ക് എണീറ്റ കാര്യം പറയാനുണ്ടല്ലോ നിനക്ക്. നിങ്ങൾ എന്നെ സഹായിച്ചോ? എടി ഞാൻ രാത്രിയിൽ ഒരുപോലെ കണ്ണടച്ചില്ല. വെളുക്കുന്നിടം വരെ ഞാൻ ഉറങ്ങാതെ കുത്തിയിരിക്കുവായിരുന്നു. ഒരേ ഇരിപ്പ്. അയ്യോ അതെന്തോ പറ്റിയെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. തല ഡൈ അടിച്ചേക്ക് വരുന്നു. കിടന്ന തലേനെ പറ്റും. ബാക്കി സമയം ഞാൻ മ്യൂസിക്ക് വേണ്ടി ചെലവഴിച്ചു. അതൊന്നും ആർക്കും അറിയത്തില്ല. ചേട്ടാ വാ വെക്കാതെ ഈ മുടി വേണ്ട ഇങ്ങനെ ഒന്ന് അഴിച്ച് ഒരേ 2 ജീപ്പ് റെഡി ആയിട്ട് അങ്ങ് വന്നേക്കുവാ. കിടന്ന് വാ വെക്കാതെ. പക്ഷെ ഷർട്ട് കൊള്ളാം കേട്ടോ. ആണോ? പക്ഷെ ഞാൻ പറഞ്ഞ ഷർട്ടല്ല നീ തേച്ച് വെച്ചത്. അതെന്തുവാ? എടി എന്റെ നെഞ്ചത്തൊരു റോസാ പുഷ്പമുള്ള ഷർട്ട് തേച്ച് വെക്കാല്ലേ ഞാൻ പറഞ്ഞത്. അതെന്തിനാ പുഷ്പം? അത് ഈ പുഷ്പം നെഞ്ചത്ത് വെച്ചോണ്ട് ചെല്ലുമ്പോഴേ കല്യാണത്ത് വരുന്ന എല്ലാരും എന്റെ പുഷ്പത്തെ നോക്കി നിൽക്കും. അങ്ങനെ എല്ലാരും പുഷ്പത്തെ നോക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പുഷ്പം അങ്ങ് തരും. അതെന്താ പുഷ്പം? പുഷ്പചക്രം. ഞാൻ കണ്ടായിരുന്നു. മെനങ്ങാന്ന് പാലുകാച്ചിന് പോയപ്പോ ബിന്ദുവായിട്ട് നിന്ന് സൊല്ലുന്ന ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അത് നീ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ലെന്ന്. ബിന്ദു സപ്ലൈകോലല്ലേ ജോലി. ഞാൻ അവളോട് ഈ കമ്പോള നിലവാരം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. ഞാൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ കമ്പോളം നിലവാരം കുത്തനെ അങ്ങ് ഇടിച്ചാനെ. എന്റെ പൊന്നോള് ഒരുക്കിട്ട് വാ, സമയം കളയാതെ പോ. എന്ത് പടി? മുല്ലപ്പൂ. മുല്ലപ്പൂ? എടി മുല്ലപ്പൂനൊക്കെ ഭയങ്കര വിലയാന്ന്. അതെന്തോ മുല്ലപ്പൂ മേടിക്കാനില്ലേ മച്ചാ നിങ്ങൾ പോയത്? നീ പുറത്തെ തൊട്ട് നോക്കിയേ. ഇതെന്തോ വലിയൊരു മുഴ. ഒരു മുഴ മുല്ലപ്പൂവിന് വില പേശിയാലും അവര് തന്ന മുഴയായത്. മുല്ലപ്പൂ മേടിച്ചില്ലേ? മുല്ലപ്പൂ ഇല്ല. രാധാമണിയൊക്കെ ഇന്ന് മുല്ലപ്പൂ കൊണ്ട് വരുമ്പോ ഞാൻ മുല്ലപ്പൂ ഇല്ലാതെ വരും. നോക്കിക്കോ. എന്തിനു എപ്പോഴാ പോത്തെ? അമ്മാവ് 7:30 വണ്ടി. ഇവിടെ ഒരുക്കംകാരന് ഇറങ്ങാൻ പറ്റുമോ? ഇവളുമാർക്ക് എന്തോ പറഞ്ഞാലും ഒരു താമസമാ. എടാ സാവകാശം പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പോയിട്ട് രാത്രിയൊക്കെ ആയിട്ട് 10 മണിയൊക്കെ ആയിട്ടേ വരത്തുള്ളൂ. ഞങ്ങൾ ഇവിടെ ഇല്ലാന്ന് വിചാരിച്ച് ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് നാശം ഉണ്ടാക്കരുതേ പ്ലീസ്. അല്ല ഞാൻ എന്താ നാശം ഉണ്ടാക്കുന്നത് നീ പറഞ്ഞ അറിയത്തില്ലല്ലയോ? ഈ കണ്ട പെണ്ണുങ്ങളെ വിളിച്ച് കേട്ടത് ഇങ്ങോട്ട്. കണ്ട പെണ്ണുങ്ങളെ വിളിച്ച് കേട്ട ലേഡീസ് ഹോസ്റ്റലാണോ ഇത്? ലേഡീസ് ഹോസ്റ്റലല്ല, അമ്മാവന്റെ കയ്യിലിരിപ്പാണ് ഞാൻ ഈ പറഞ്ഞത്. എന്താ കയ്യിലിരിപ്പ്? 2 മാസം മുമ്പേ ഞങ്ങൾ മോനെ കൊണ്ടുവിടാനായിട്ട് ബാംഗ്ലൂർ പോയി. ഒരാഴ്ച കഴിഞ്ഞാൽ വരത്തുള്ളൂ പറഞ്ഞു. പക്ഷെ 3 ദിവസം കൊണ്ട് അവന്റെ അഡ്മിഷൻ വല്ല ശരിയായി. 4ാമത്തെ ദിവസം ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോ ഈ അടുക്കളക്കകത്തുനിന്നൊരു കുശുകുശിപ്പ കേറി നോക്കിയപ്പോ എന്തുവാ, അവല് വെക്കാൻ വന്ന തമിഴത്തെ വിളിച്ചു വരുത്തി മുട്ട കൊണ്ട് ബുൾസൈ ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ നോക്കിയപ്പോ സ്പൂണെ കോരിയെടുത്ത് ഇങ്ങനെ കൊടുത്തിട്ട് പറയുവാ, ഉണ്ണി പൊട്ടാതെ കഴിക്കാൻ മുടിയുമാന്ന്. അതെന്തുവായിരുന്നു? അന്ന് എന്തുവായിരുന്നു? എടാ അത് നീ എന്നെ അങ്ങ് തെറ്റിദ്ധരിച്ചിട്ടാ. എന്തുവാ? എടാ കൊച്ച അവിടെ ഇവിടെയൊക്കെ അവല് വിറ്റ് വന്ന് ക്ഷീണിച്ചു. അപ്പൊ ഞാൻ നോക്കിയാൽ അവിടെ ശരീരത്ത് വൈറ്റമിൻ എയുടെ കുറവ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബുൾസൈ ഉണ്ടാക്കി. അവക്ക് വൈറ്റമിൻ എയുടെ കുറവായിരിക്കും, പക്ഷെ അമ്മാവന് വൈറ്റമിൻ എ ശരിക്കും ഉണ്ട് കേട്ടോ. ആ പരിപാടി ഇന്നിവിടെ കാണിച്ചോണ്ടല്ലോ. ഞാൻ കാണിക്കത്തില്ല. നീ പോകുന്ന വഴിക്ക് വിളിച്ചു പോയത് അല്ലെ? അങ്ങനെ വിളിക്കാനൊക്കെ എന്തുവാ? എന്റെ ഈ മൊബൈലിന് തീരെ റേഞ്ച് ഇല്ല. അന്ന് ഞാൻ പറഞ്ഞ നോക്കണം എന്ന് പറഞ്ഞതാ. കാണിച്ചേ. എങ്ങനെ റേഞ്ച് കാണും? തുണി വെച്ച് പൊതിഞ്ഞു വെച്ചേക്കോല്ലോ. റേഞ്ച് കേറുമോ അതിനകത്തോട്ട്? നല്ലൊരു ഫോൺ മാറ്റിയാൽ നിന്നോട് പറഞ്ഞിട്ട് നീ ഇതുവരെ മാറ്റി തന്നിട്ടുണ്ടോ? ഇതും കൊണ്ട് സമാധാനമില്ല. ഇനി നല്ലൊരു ഫോണൂടെ കിട്ടിയാച്ചാ മതിയേ. കല്യാണത്തിന് പോന്നെങ്കിൽ പോടാ. നീ എന്നോട് കയറി ചൊറിയാൻ വരാതെ വരുന്നോടി നീ. വരുവാനേ അമ്മാവാ പോയിട്ട് വരേ. ഓക്കെ അല്ലേ? നോക്കിക്കേ മുടി ഒന്ന് ശരിയാന്നോ നോക്കിക്കേ. മുടിയാ കുഴപ്പമില്ല. ഇങ്ങോട്ട് പെട്ടെന്ന് അതങ്ങോട്ട് പോ. ചേട്ടൻ നിന്നെ. എന്തുവാ? ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി. എന്തുവാടി? കോഴിക്ക് തീറ്റ കൊടുത്തില്ലായിരുന്നു. കോഴിക്കിന്ന് തീറ്റ കൊടുക്കണ്ട. അത് കൊള്ളാം. എന്നും മുട്ട തരുന്ന കോഴിയാന്നേ. ഇന്ന് തരണ്ടെന്നാ എന്നോട് പറ. അമ്മാവനോട് പറഞ്ഞിട്ട് ഏൽപ്പിച്ചേച്ചു പോ. അയ്യോ എന്തോലും പറയടി. അമ്മാവാ ആ കോഴിക്കൊന്ന് തീറ്റ കൊടുത്തേക്കണേ. കോഴിക്ക് തീറ്റ കൊടുക്കാം. ടാറ്റയല്ലെന്ന് കോഴിക്ക് തീറ്റ കൊടുക്കണേന്ന്. കോഴിക്ക് കൊടുക്കാം. കഴിഞ്ഞില്ലയോ? കഴിഞ്ഞു.
അയ്യോ നിന്നേ, എന്ത് പണി? ഗ്യാസ് നിർത്തിയില്ലെന്ന് തോന്നുന്നു. ഗ്യാസ് അമ്മാവാ ഓ ഗ്യാസ് നിർത്തണേ. അതിന് ഗുളിക അടിച്ച് തന്നിട്ട് വാൻ പറയാം. അമ്മാവന്റെ ഗ്യാസിന്റെ കാര്യം എന്നാ പറഞ്ഞു. ഇത് അടുക്കള ഗ്യാസ് കൂട്ടി നിർത്തണമെന്ന്. ആ നിർത്തിയേക്കാം. ആ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതെ സൈഡ് സീറ്റ് ഞാനിരിക്കും കേട്ടോ. അതെന്തുവാ? അല്ലെ എനിക്ക് ഈ ബസ്സിൽ നിന്ന് കാറ്റടി കൊണ്ടേ എന്റെ കോളർ ഇങ്ങനെ കിടന്ന് പറക്കുന്ന കാണണം. എനിക്ക് നല്ല രസമായിരിക്കും. പോ വേഗം പോ. ഹലോ ഹലോ, മനസ്സിലായോ ആരാന്ന്? അയ്യോ മനസ്സിലായില്ല, ആരാ? കാരമ്പേലി നാരായണൻകുട്ടി. അയ്യോ നാരായണേട്ട, എന്താ? ഞാനും ഇപ്പൊ എവിടാടി? ഞാൻ നേട്ട ബേബിച്ചായന്റെ വീട്ടിൽ ജോലി ചെയ്യുവാ, പാത്രം കഴുകുമായിരുന്നു. അവന്റെ പാത്രമല്ലാതെ തല്ലി ചളിക്ക് ആക്രിക്ക് വിറ്റിട്ടേ ആ. ഇങ്ങോട്ടേക്ക് പോരെ. അയ്യോ അത് കഴിഞ്ഞിട്ട് ജോർജ് ചായന്റെ വീട്ടിൽ പോണം തുണി അലക്കാൻ. അവന്റെ തുണി വലിച്ചു കയറി കത്തിച്ച് കളയടി. അയ്യോ അത് കഴിഞ്ഞിട്ട് ബേബിച്ചായന്റെ വീട്ടിലും ഉണ്ട് ജോലി, കാട് ചെത്തണം. ഓ അവന്റെ കാട്ടിലാണ് വാരിക്കുട്ടി കത്തിക്ക്. നീ ഒരു കാര്യം ചെയ്യ്, ആ പിള്ളേർ ഇവിടെ ഇല്ല, കല്യാണത്തിന് പോയേക്കുവാ. ആ ഇവിടെ വന്ന് എനിക്ക് ചെറിയ ചിങ്ങരിപ്പണിയൊക്കെ ചെയ്തു തരാമെങ്കിലേ ആ. ഒരാൾക്ക് തേങ്ങയും മാങ്ങയൊക്കെ തന്നു വിടാം. ആണോ? ആ എന്നാ ഞാൻ വരാം. എപ്പോ വരും? ജാനു വരും. ഞാന് വരില്ലോ. അല്ലെന്നാ ജാനു അങ്ങ് വരും. വേറെ 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് വരണേ. ആ, ശരി ശരി ശരി. അയ്യോ. പ്രാണനാഥൻ എനിക്കു നൽകിയ പരമാനന്ദ സുഖത്തെ ഞാൻ പൊലിപ്പിച്ചങ്ങ് എടുക്കും. ഞാൻ ദൈവമേ, തിരുവനന്തപുരത്ത് വന്ന വണ്ടി സ്ലിപ്പാവണേ. എന്താ വഴക്ക് പറയാനും നടി? എടി നീ ഒറ്റ കാരണമല്ലോടി, നീ ഒറ്റ കാരണമാ. അതെന്തിനാണ് ഇവര് പോയില്ല? ഇതായിട്ട് വരുന്നല്ലോ, രാഗപ്പാടെ കുഴപ്പമാവല്ലോ. എന്റെ കുറ്റം കണ്ടാതോ? നല്ലടി എന്റെ കുറ്റമായില്ല. ഞാനെന്തോ എടുത്ത്, ഞാനല്ലല്ലോ വണ്ടി ഓടിച്ചത്. നീയല്ല വണ്ടി ഓടിച്ച്. നീ ഒരുങ്ങി കെട്ടി നിന്നോണ്ടല്ലോടി ആ വണ്ടിക്കകത്ത് കയറി പോകാൻ പറ്റാതിരുന്നത്. ആണോ? എന്നാ പിന്നെ നിങ്ങൾക്ക് എന്താ വണ്ടിയുടെ പുറകിൽ ഓടിക്കൂടായിരുന്നോ? ഞാനും തോടി പട്ടിയോ ഓടുന്ന വണ്ടിയുടെ പുറകെ ഓടാനെ കൊണ്ട്. അമ്മാവാ വണ്ടി എടുത്തോണ്ട് അങ്ങ് പോയി, എല്ലാരും ബസ്സിനകത്ത് കയറി പോയി. വണ്ടി ആയിട്ട് പോയിട്ട് നീ കാർ വിളിച്ചു പോടാം. എന്റെ അമ്മ ഇവളോട് ഞാൻ പറഞ്ഞതാ ഒരു കെട്ടി നിൽക്കരുത്, എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നേരത്തെ കാലത്ത് ഇറങ്ങണമെന്ന്. ഒരുക്കി കെട്ടി പോകണമെന്ന് പറഞ്ഞില്ലായിരുന്നു? കെട്ടി പോയി കഴിഞ്ഞാൽ 10 മണിക്ക് കാർ വിളിച്ചിട്ട് പോകാൻ നോക്കാം. എന്നെ മാത്രം കുറ്റം പറയുന്നത് എന്തിനാ? നിനക്ക് രാവിലെ എന്നെ ഒന്ന് സഹായിച്ചുകൂടായിരുന്നോ? എന്താ സഹായിക്കാൻ കൊണ്ട്? ഇവനല്ലേ സഹായിക്കണോടി, ഇവനെ സഹായിക്കണം. നിനക്ക് നേരത്തെ കാലത്ത് എന്റെ പഞ്ചുവാച്ചി എന്ന് പറയുന്ന സാധനം മനുഷ്യനോടായിരുന്നു. പഞ്ചുവാച്ചി നിനക്കുണ്ടോ? പഞ്ചായത്ത് എനിക്കുണ്ടോ? അഞ്ചാറ് മിഠായി തന്നെ പറഞ്ഞ പഞ്ചായത്തി ഉണ്ടോ? എനിക്കുണ്ടോ? പഞ്ചായത്തി വേണം, കൃത്യനിഷ്ഠത ഉണ്ടായിരിക്കണം. 10 മണിയാകുമ്പോൾ പോകാൻ നോക്കാം. എന്തോ എന്താ പറഞ്ഞത്? പഞ്ചായത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്കുണ്ടോ കൃത്യനിഷ്ഠത? കൂടുതൽ പറയരുത്. എന്റെ അപ്പൂപ്പൻ മരിച്ചതിന്റെ അന്ന് ഇങ്ങനെ ഇപ്പൊ വരും ഇപ്പൊ ഒരു അമ്മാവ കേൾക്കുന്നു. ഇപ്പൊ വരും ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് 1.5 മണിക്കൂറാണ് ഞങ്ങൾ കാത്തു നിന്നത്. നിങ്ങൾ 1.5 മണിക്കൂർ വൈകിട്ടല്ലേ മനുഷ്യ വന്നത്? പിന്നെ 1.5 മണിക്കൂർ മുമ്പ് വന്നായിരുന്ന ചത്ത കിടന്ന് എന്റെ അപ്പൂപ്പൻ എഴുന്നേറ്റ് തന്നെ സല്യൂട്ട് അടിച്ചു. ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കരുത്. നിങ്ങളിപ്പോ ഒരുങ്ങി നിൽക്കുമല്ലോ, 10 മണിക്ക് മുമ്പ് എങ്ങോട്ടായിരുന്നു പോകാമോ? ഞാൻ വരുന്നില്ല, ഞാൻ ഈ വീട്ടിൽ എങ്ങോട്ടും വരുന്നില്ല. എന്താ? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. എന്നെ വിളിക്കണം. എന്തോ ഒരു പ്രതീക്ഷ ഉണ്ട്. നീ അവളെ ആശ്വസിപ്പിക്കാൻ നോക്ക്. ഹലോ ഹലോ, എന്തോനെ വിഷമിക്കുന്നതെന്ന് പറ. നിങ്ങൾ എന്തിനിങ്ങനെ കേൾക്കുന്നത്? ഞാൻ ഒരു കാര്യം ചെയ്യ്. എന്തുവാ 10 മണിയാവുന്നതിന് മുമ്പ് കുമരൊക്കെ തപ്പിച്ചു ചുമ്മായിരിക്കല്ലോ. എന്റെ പൊന്നമ്മാവൻ മിണ്ടാതിരിക്ക്. കാര്യം ഞാൻ ചോദിച്ചു മനസ്സിലായിട്ട് ഇനി മിണ്ടിയാലുണ്ടല്ലോ. നിങ്ങൾ എന്തോ ഇനെ വിഷമിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ വിഷമിക്കും. എത്ര നാൾ കൊണ്ട് ചില പ്രഥമൻ പഴവും പപ്പടവും പൊളിച്ചൊന്നും കിടക്കനായിട്ട് പിടിക്കണമെന്ന് വിചാരിച്ചിരിക്കും. അത് നീ ആയിട്ട് കളഞ്ഞില്ലോടിയുന്നത്. ഞാൻ പൈസ ആരാണ്? നീ ഹോട്ടലിൽ പോയി കഴിക്കണം 10 മണിക്ക്. ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ പ്രഥമനൊക്കെ കിട്ടും. പക്ഷെ ക്ലാസ്സിനിടയിൽ ചെറുനാരങ്ങ വെച്ച് തരത്തില്ലല്ലോ അവര്. 2 കിലോ നാരങ്ങ വാങ്ങിച്ചില്ല, ഞാൻ അങ്ങ് മൂടാം. 10 മണിയാവുമ്പോൾ പോയി തരാൻ പോകുന്നു. ഇല്ല പോകുന്നില്ല, എവിടോട്ടും പോകുന്നില്ല, ഞാൻ വരുന്നില്ല. എടാ കുമരകത്തെ അപ്പച്ചേരും അവിടെ പോണം. കരിക്കൊക്കെ കിട്ടും, വെട്ടി കിട്ടും. പോ. എന്തോ അമ്മാവായി പറയുന്നത്? ഹൗസ് മനുഷ്യൻ ഇങ്ങനെ മൂടോട്ടായിട്ട് നിൽക്കുന്ന അമ്മാവൻ കുമരകത്തെ അപ്പച്ചു കുമരകത്തെ അപ്പച്ചു. 10 മണിയാവുന്നതിന് മുമ്പ് ഇവനൊന്ന് കൊണ്ടുപോകാൻ എങ്ങോട്ടേലും. 10 മണിക്ക് എന്ത് ഇത്ര പ്രത്യേകത? 10 മണിയാകുമ്പോൾ കൊണ്ടുപോയി. പിന്നെ അവൻ പറഞ്ഞതിനകത്തും കാര്യമുണ്ട്. നമ്മളെന്തായാലും ഒരുങ്ങി പോയില്ലേ, അപ്പച്ചിന്റെ അവിടെ വരുന്നു. പാ കാര്യമായിട്ടാണോ? ഹലോ 2 ദിവസം പോരാ മാവാ, ഞങ്ങള് പോവാ. എന്നാ കുമരകത്തോട്ട് പോവാ. കുമരകത്തോ? അവളെ പോയി തിരക്കിന്നൊക്കെ പറയണം കേട്ടോ. പറയാം. ഒരു കാര്യം ചെയ്യാം, ഈ സാരി മാറ്റിയിട്ട് ചുരിദാർ ഇട്ടുണ്ട്. ഈ സാരി നല്ലേ.
ഈ സാരി സമയം എടുത്തു വരുന്നു. ഈ സാരിയാണ് നല്ലത്. ഈ സാരി ഇവക്ക് ചേരുന്നത്. അമ്പലത്തിൽ ചെല്ലുമ്പോ അപ്പിച്ചിയുടെ കണ്ണ് തള്ളി ഇങ്ങനെ തിളങ്ങണം ഇവിടെ സാരി കണ്ടു. ഈ സാരി കല്യാണത്തിനൊക്കെ കൊടുക്കാനേ കൊള്ളാം. തന്നെ അവിടെ മറ്റേ അവളുണ്ട്, ഓമനയുണ്ട്, അവള് ചോദിക്കുന്നത്. ശോഭന ചോദിച്ചാൽ കൊടുത്തോടി, ഞാൻ നിനക്ക് 100 എണ്ണം ചേരാം. പോകാമോ? 10 ഇനിയിപ്പോ നേരം കാലം നോക്കണ്ടല്ലോ, കോഴിക്ക് ഇച്ചിരി തീറ്റ എടുത്ത് കൊടുത്തു. കോഴി ഞാൻ കൊല്ലു. കോഴി വെട്ടിക്കറി കോഴിക്ക് തീറ്റ കൊടുത്തിട്ട് കോഴിക്ക് തീറ്റ കൊടുത്തിട്ട് സമയം അടുത്ത് വന്നിട്ടിരിക്കുവാണ്. പോകാൻ നോക്കാവോ? എന്തുവാ അമ്മ? 10 മണിയാകുമ്പോഴത്തേനും പോകാൻ പോടാ നിങ്ങള്. കൊറേ നേരമായിട്ട് ഇങ്ങനെ 10 മണി എന്തോ ഈ 10 മണിക്ക് എന്ത് ഇത്ര പ്രത്യേകത? 10 മണിയാകുമ്പോ നിങ്ങൾ പോയില്ലെങ്കിൽ 10 മണിയാകുമ്പോ ഞാൻ എങ്ങോട്ടേലും പോകും. അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ 9:50 ആകുമ്പോഴത്തേക്കും നിങ്ങളെ കൊല്ലും. ചേട്ടാ, ഇതിലെന്തോ ഒന്നുണ്ട്. ഇതിലെന്തോ ഒന്നല്ലടി ഉള്ളതാ, ഇതിൽ ഒരുപാടുണ്ട്. അയ്യോ ഞാൻ